ഓരോ ദിവസങ്ങൾ ഓരോ വിഷയത്തിനുള്ളതാണ്. ഞായറാഴ്ച ഒരു വിഷയത്തിനുള്ളതാണ്, തിങ്കളാഴ്ച വേറെ വിഷയത്തിനുള്ളതാണ്, ചൊവ്വ വേറെ വിഷയത്തിന്, വ്യാഴം വേറെ വിഷയത്തിന്, വെള്ളി വേറെ വിഷയത്തിന്, അങ്ങനെ ഓരോ ദിവസങ്ങൾ ഒരു വിഷയം. ഞായറാഴ്ച അതില് ശനിയാഴ്ച ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മഹാന്മാര് പഠിപ്പിച്ചു. എന്താന്നറിയോ? ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അത് മുമ്പ് ഒരു ചതി നടന്ന ദിവസാ ശനിയാഴ്ച. ഏതാ ചതി എന്നറിയോ? മുശ്രിക്കുകള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, തങ്ങളെ കാര്യം എന്താ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദാറുൻ നദ്വ എന്ന സ്ഥലത്ത്, അവരുടെ ഓഫീസാണ് അത്, ദാറുൻ നദ്വ. അവിടെ തീരുമാനമെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി യോഗം ചേർന്ന ദിവസം അത് ശനിയാഴ്ച ദിവസമാണ് എന്ന് കരുതിയിട്ട് എല്ലാ ശനിയാഴ്ചയും കുഴപ്പമുള്ള ദിവസമാണ്, അങ്ങനൊന്നുമില്ല കേട്ടോ. അതേ സമയത്ത് അന്ന് അങ്ങനെ ഒരു പറ്റിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഇപ്പോ ഞങ്ങളെ വീടുകളിൽ എന്നും പറ്റിക്കൽ നടക്കുന്ന ദിവസമാണ്. എന്താ കാരണം? ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നു, ഭർത്താവ് ഭാര്യയെ പറ്റിക്കുന്നു. അങ്ങനെ നോക്കിയാൽ പിന്നെ ഒരു നല്ല കാര്യവും ഒരു ദിവസവും നടത്താനുണ്ടാവില്ല. അങ്ങനെയല്ലേ? ഞാനിത് വെറുതെ പറയല്ല. ചില സ്ത്രീകളുണ്ട് ഇവിടെ പെരുമണ്ണയിലെ ഉമ്മ പെങ്ങന്മാരൊക്കെ നല്ലവരാ. അല്ലാഹു തആല അവരെ ബറക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ. ഉമ്മമാരെ, ഇവിടെ ഇവര് പുരുഷന്മാരൊക്കെ പറയണ ഞങ്ങൾക്കല്ല അറിയുള്ളൂ ഇപ്പൊ അവരെ ഹാല്. ഒറ്റൊന്നും ആമീൻ പറയണില്ല. കണ്ട, അവരെ ബറക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ എന്ന് പറഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടൂല എന്ന് അറിയാൻ കരുതിയിട്ടല്ലേ? അല്ലേ? അങ്ങനൊന്നുമില്ല. അവർ നല്ല ബറക്കത്തുള്ളവരാ ഉമ്മ പെങ്ങന്മാർ. എവിടെ അവരിക്കണേ? അങ്ങോട്ടാണല്ലേ? ഈ കാണുന്ന മരന്റെ അപ്പുറത്തോ? കൂടുതൽ പറയാൻ പേടിയ, അഥവാ മെല്ലെ ഓർക്കെങ്കാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെയാണ്, മെല്ലെ ഒന്നും ഇങ്ങനെ എറിയും. കണ്ണടക്ക് കൊണ്ടാ പിന്നെ നാളെ വേറെ വരണമെങ്കിൽ കണ്ണട വേറെ റെഡിയാക്കിയിട്ട് വേണം. അല്ലാഹു തആല ഞങ്ങൾ ഉമ്മ പെങ്ങന്മാർക്ക് അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങളത് വീട്ടിലൊക്കെ എപ്പോഴും നോക്കാൻ പറ്റിക്കല്ലേ. ചില ഉമ്മമാരുണ്ട്, ഞാന് വളരെ സങ്കടത്തോടെ ഞാൻ പറയാണ്, ഇബാദത്ത് വേണ്ട നല്ല വേണം, അതെല്ലാം ഉണ്ടാകുന്നതോടൊപ്പം ഓ ഉമ്മമാരെ, മകന്റെ ഭാര്യയെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓ സഹോദരിമാരെ, ഭർത്താവിന്റെ ഉമ്മാനെ നന്നായി ബഹുമാനിക്കാൻ കഴിയണം. എല്ലാം തികഞ്ഞവർ ആരും ഇവിടെ ഇല്ല. ഒരു കുറവുമില്ലാത്ത അമ്മായിമ്മ വേണമെന്ന് ഒരു മരുമകൾ തീരുമാനിച്ചാൽ ഈ ദുനിയാവിൽ അവൾക്ക് കല്യാണമുണ്ടാകൂല. ഒരു കുറവുമില്ലാത്ത, ന്യൂനതയില്ലാത്ത മരുമകളാണ് എന്റെ മകന് ഭാര്യ, അങ്ങനെയാണ് വേണ്ടതെന്ന് ഒരു ഭർത്താവിന്റെ ഉമ്മ തീരുമാനിച്ചാൽ സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാക്ക് ഈ ദുനിയാവിൽ ഒരു മരുമകളെ കിട്ടൂല. ഇത് ദുനിയാവാണ്. ഇവിടെ ന്യൂനതകൾ ഉണ്ടായേക്കാം, കുറവുകൾ ഉണ്ടായേക്കാം. പക്ഷേ അതെല്ലാം പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അല്ലാതെ സ്വന്തം മരുമകളെ മകളെ പോലെ കാണാനുള്ള വിശാലമായ മനസ്സില്ലാത്ത ഉമ്മമാര് എത്ര നിസ്കരിച്ചിട്ട് എന്താ കാര്യം, എത്ര നോമ്പെടുത്തിട്ട് എന്താ കാര്യം, കുറെ ഖുർആൻ ഓതിയിട്ട് എന്താ കാര്യം? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പടച്ച റബ്ബിന്റെ അരികിൽ ചെല്ലുമ്പോൾ രക്ഷപ്പെടുന്നതാരാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ ഉമ്മമാരെ? അത് വിശാലമായ, പകയില്ലാത്ത, അസൂയയില്ലാത്ത, മരുമകളോട് വൈരാഗ്യമില്ലാത്ത, അതേ ഭർത്താവിന്റെ ഉമ്മാനോട് വിദ്വേഷമില്ലാത്ത വിശാലമായ മനസ്സുള്ളവർ, അവരാണ് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ. എന്നിട്ടും ചില മരുമക്കളുണ്ട്, പടച്ച റബ്ബേ, ആ കല്യാണത്തിന് ശേഷം മകനെ, അതായത് ഭർത്താവിനെ, ആ ഭർത്താവിനെ തെറ്റിക്കുകയാണ്. ഭർത്താവിനോട് പലതും ഉമ്മാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, അതോടുകൂടെ ഈ ഭർത്താവ് ഉമ്മാനോട് പിണങ്ങിപ്പോയി. എങ്ങനെ കഴിയും സ്വന്തം മകന് ഉമ്മാനോട് പിണങ്ങാൻ?
അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന. സ്വർഗത്തേക്കുള്ള രണ്ട് വാതിലുകളാണ്, ഒന്ന് ഉമ്മയും ഒന്ന് ബാപ്പയും. ബാബുൽ വാലിദ്, മാതാപിതാക്കൾ എന്ന ഒരു വാതില് തന്നെ സ്വർഗത്തിനുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ വാതിലിലൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ഈ അടുത്ത് ഞാൻ ഇവിടുന്ന് കുറെ ദൂരെ ഒരു സ്ഥലത്ത് വാദിന് പോയി. തെക്കൻ കേരളത്തിൽ, സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല, തെക്കൻ കേരളത്തിൽ ഞാൻ വാദിന് പോയി. വാദിന് പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരു വീട്ടിൽ ചെന്നു. ഇത് ഞാൻ പറയുന്നത് വരെ നുണയല്ല, സത്യം പറയുകയാണ്. അടച്ചറബേ, ആ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടുകാരനോട് ചോദിച്ചു, എത്രയാണ് മക്കൾ? അയാൾ എന്നോട് ചോദിച്ചു, എത്ര അവസാനം എത്ര കുട്ടികളും ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ കുട്ടികൾ ഇത്രയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊരു മാന്യത ഉണ്ടല്ലോ, തിരിച്ച് അങ്ങോട്ടൊന്ന് ചോദിക്കണ്ടേ? അവരിങ്ങോട്ട് ചോദിക്കുമ്പോ അപ്പൊ അങ്ങോട്ട് ചോദിച്ചു, എത്രയാണ് നിങ്ങൾക്ക്, എത്രയാ മക്കൾ ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, ഉസ്താദേ ആൺമക്കളുണ്ട്, ഇത്ര ആൺമക്കളാണ്. എന്റെ ഭാര്യ പെൺകുട്ടിയെ പ്രസവിച്ചിട്ടില്ല. ആ വീട്ടുകാരൻ എന്നോട് പറയാണ്. അപ്പൊ ഞങ്ങൾക്കൊരു സമാധാനമുണ്ടായിരുന്നു. എന്താണ് സമാധാനം? എനിക്ക് സ്വന്തം പെൺകുട്ടികൾ ഇല്ലെങ്കിൽ എന്തേ? എന്റെ മകൻ കല്യാണം കഴിച്ച് അതാ ഞങ്ങൾക്കൊരു മരുമകൾ ഉണ്ടാകും. അവരിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന പേരമക്കൾ പെൺകുട്ടികളായാൽ അൽഹംദുലില്ലാ വലിയ സന്തോഷമല്ലേ? ഞങ്ങൾക്കിനി പ്രായമായി, ഞങ്ങൾക്കിനി അതേ പ്രതീക്ഷയല്ലേ ഉള്ളൂ. പക്ഷേ ഉസ്താദേ, പറഞ്ഞതുപോലെ എന്റെ മകന്റെ കല്യാണം നടന്നു. അതിലൂടെ അല്ലാഹു തആല അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു, പെൺകുഞ്ഞാണ്. ഞാനും എന്റെ ഭാര്യയും വല്ലാതെ സന്തോഷിച്ചു പോയി. ഞങ്ങൾക്ക് മക്കളില്ലെങ്കിലും, പെൺമക്കളില്ലെങ്കിലോ, ഞങ്ങളെ മകൻ അല്ലാഹു തആല ഒരു പെൺകുഞ്ഞിനെ കൊടുത്തല്ലോ. ആ കുട്ടിയെ കയ്യിൽ പിടിച്ച് കുറെ നടക്കണം, ആ കുട്ടിയെ തലോടിച്ച് കിടത്തണം, ആ കുട്ടിയോട് കുറെ തമാശ പറയണം. ബക്കറ്റല്ലേ ഇവിടെ ആ ബക്കറ്റ് വരുന്നതാ. ഇപ്പൊ ഞാൻ എപ്പോഴും വാലിന് സദസ്സിൽ പറയാറുണ്ട്, ഇപ്പൊ എല്ലായിടത്തും ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ആയിപ്പോയി അല്ലേ? പേടിഎമ്മും മറ്റേ QR കോഡും വാലിന് സദസ്സിൽ ഇങ്ങനെ കൊണ്ടുപോകണം ഓരോരുത്തേക്ക്. കാരണം എന്താ പറയുക, പൈസ കൊണ്ടുവരുന്നത് കുറവാണ്. അതുകൊണ്ട് ഗൂഗിൾ പേ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേ സ്കാൻ ചെയ്യണ QR കോഡ്. ഇപ്പൊ പെട്രോൾ പമ്പിലൊക്കെ വന്നില്ലേ എന്നതുപോലെ ഇൻഷാ അല്ലാഹ് സഖാവിസ്ഥാന്റെ അടുത്തേക്കാണ് ആദ്യം കൊണ്ടുപോയത്. കാരണം മുപ്പറങ്ങ് തുടക്കം കുറിക്കട്ടെ എന്ന് കരുതിയിട്ട്. അല്ലാഹു തആല അൽഹംദുലില്ലാ, അതങ്ങനെയാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്നാൽ മതി. ഞാനും ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഇട്ടോളാം. നിങ്ങളും കൂടി ഇടണമെന്ന് പറയാൻ എനിക്ക് അർഹത ഉണ്ടാകണേ, ഞാൻ ഇടണ്ടേ? ഞാൻ ഇടാതെ ഇങ്ങോട്ട് മാത്രം ഇടാൻ പറഞ്ഞാല്. അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഒന്ന് ഓർമ്മപ്പെടുത്താം അവസാനം ഇടാന്. അല്ലെ ഞാൻ മറന്നുപോയാൽ പിന്നെ വാക്ക് പാലിച്ചവനാകൂല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാരും സഹായിക്കുക. അപ്പൊ സ്ത്രീകളുടെ ഭാഗത്ത് പോയോ? ബക്കറ്റ് പോയോ ഞങ്ങളപ്പാ പോയി. അൽഹംദുലില്ലാ. അപ്പൊ പിന്നെ വാലിനൊന്നും മുടക്ക് വരണ്ടെന്ന് കരുതിയിട്ടാണ് അതൊന്നും പറയാത്തത്. അങ്ങനെയാണ്. കാരണം ഇത് പൈസ ഉണ്ടാക്കുന്ന പരിപാടി ഒന്നുമല്ലല്ലോ. ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുകൾ വരും, അതിനൊരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ടാകും. അല്ലാഹു അവർക്കെല്ലാം അതിൻ്റെതായ ബർക്കത്ത് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തരട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അയാൾ പറയാണ് അങ്ങനെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പേരക്കുട്ടി ഒരു പെൺകുട്ടിയാണല്ലോ, തലോടിച്ച് ഉറക്കണം, തമാശ പറയണം, കുശാല് പറയണം. പക്ഷേ അതിനൊന്നും ഞങ്ങളെ മരുമകൾ ഞങ്ങൾക്ക് അവസരം തന്നില്ല ഉസ്താദേ. പ്രായമുള്ള ബാപ്പ എന്ന് പറഞ്ഞപ്പോൾ, ഓ ഉമ്മമാരെ, സഹോദരിമാരെ, എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഞാനിത് വെറുതെ പറയുകയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ മകനും മകന്റെ കുടുംബം എവിടെയാണ്? അപ്പൊ ഈ ബാപ്പ പറയാണ്, അവൻ ഭാര്യ വീട്ടിലോ എവിടെയോ പോയി താമസിക്കുകയാണ്. അവൻക്കിപ്പൊ ഉമ്മാനെ വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നില്ല, ഉമ്മ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ തോന്നുന്നില്ല, ബാപ്പയായ എന്നെ വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നില്ല. ചോദിക്കട്ടെ ഉമ്മമാരെ,
സഹോദരിമാരെ, അതൊരു നല്ല പരിപാടിയാണോ? ഒരു നല്ല കാര്യമാണോ? കല്യാണത്തിന് മുമ്പ് ആ ഉമ്മയും മകനും, ആ ബാപ്പയും മകനും എത്ര നല്ല സ്നേഹത്തിലായിരുന്നു, എത്ര നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷേ ആ സന്തോഷം മുഴുവനും പെണ്ണാകുന്ന നീ അവരെ ജീവിതത്തിൽ കയറി ചെന്ന് ചെല്ലുന്നതിലൂടെ തകർത്ത് കളഞ്ഞില്ലേ മോളെ? അതുകൊണ്ട് വേഗം നന്നാകണേ. ആ സംഭവം കേട്ടതിന് ശേഷം ഞാൻ വാളു പറഞ്ഞു. അതേ നാട്ടിൽ തന്നെ ഞാൻ വാളു പറഞ്ഞു. ആ വാള് ലൈവിൽ കാണും, യൂട്യൂബിൽ കാണും. ഞാൻ അവിടെ വാളു പറഞ്ഞു. എത്രയോ ഇതുപോലെ വാള് കേട്ട് നന്നായവരുണ്ട്. പിന്നെ കൽബ് ചത്തുപോയ ആളുകൾ, കൽബ് കറുത്തിരുണ്ട് കേടായി പോയവർ ഒരിക്കലും ഈമാന് കയറൂല. ചില കൽബുകളെ അല്ലാഹു പറഞ്ഞില്ലേ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ കൽബുകൾക്ക് അല്ലാഹു സീൽ വെച്ചു പോയി എന്ന് പറഞ്ഞില്ലേ? അവരെത്ര വാള് കേട്ടാലും അവർക്കൊരു മാറ്റമുണ്ടാകൂല. എത്ര വാള് കേട്ടാലും അവര് നന്നാകൂല. അവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചസ് വരൂല. ഞാൻ എന്റെ ഉമ്മവെങ്ങന്മാരോട് പറയട്ടെ, പാടില്ല. ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മനെയും തമ്മിലടിപ്പിക്കരുത്. അങ്ങനെ ആയാൽ എന്താണ് സംഭവിക്കുക എന്നറിയോ? പിന്നീട് ഒരു കാലം വരാനുണ്ട്. അന്ന് നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കുന്നു, നിങ്ങൾക്കൊരു മരുമകൾ വരുന്നു. ആ മരുമകൾ നിങ്ങളുടെ മകനെയും നിങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്നു. അത് എന്തിന്റെ എന്തിന് പ്രതിവിധിയാണ്? അത് നിങ്ങളെ ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മാനെയും തമ്മിൽ തെറ്റിച്ചില്ലേ? അതിന് അല്ലാഹു തആല ദുനിയാവിൽ നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണ്. അതിന്റെ പേരിൽ കാലാകാലം നിങ്ങളെ മനസ്സ് വേദനിക്കുന്നു, നിങ്ങൾ പ്രയാസപ്പെടുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ താഴ്ന്ന പണിക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത്. ഇത് ഞാൻ എന്റെ വാദ കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ഞാൻ പറഞ്ഞ വിഷയം മറക്കാൻ പാടില്ല. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയാണ്. സദസ്സിന്ന് കിട്ടിയ പൈസ പോരാ, സ്റ്റേജിൽ നിന്നും അങ്ങനെ ഏത് പൈസയിലാ ബർക്കത്തുണ്ടാന്ന് പറയാൻ പറ്റണില്ലല്ലോ. അൽഹംദുലില്ലാഹ്. പക്കറ്റ് ഇവിടെ വെച്ചാൽ മതി, ഞാനും ഇട്ടോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാരും കീശക്ക് നോക്കുമ്പോ ചെറിയ ചെറിയ നോട്ടാ നോക്കുക. അല്ലാഹു തആല ബർക്കത്തേട്ടെ. ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങള് അങ്ങനെ കരുതണ്ട. എന്താന്ന് പറഞ്ഞാൽ വെറുതെ കീശൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ചില മനുഷ്യന്മാരൊക്കെ വെള്ളിയാഴ്ച കണ്ടില്ലേ ബക്കറ്റ് കൊണ്ടുപോകുമ്പോ? വെള്ളിയാഴ്ച നിങ്ങൾ ഈ ഭാഗത്തുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മളവിടെയൊക്കെ ജുമാക്ക് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബക്കറ്റ് പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ പോവും. അപ്പൊ ചില മനുഷ്യന്മാരൊക്കെ കീശുന്ന പൈസ തന്നെ എടുത്തിട്ടിടും. വേറെ ചില മനുഷ്യന്മാരുണ്ട്, കാണൂലല്ലോ, ഉള്ളുകൾ ഇടല് ഇവിടുന്ന് ഇങ്ങനെ എടുക്കും, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിച്ച് ഉള്ളുകൾ. അപ്പൊ നോക്കുന്നവന്റെ ദൃഷ്ടിയിൽ കാഴ്ചപ്പാട് പൈസ എടുക്കണമെന്ന് അർത്ഥം. സംഭവം ഒന്നും ഉണ്ടാവില്ല, ആകെ കയ്യം കെട്ടിട്ട് ചിലപ്പോ അവിടെ നിന്ന് ചിലപ്പോ ഇങ്ങോട്ട് എടുക്കലുണ്ടാവും. അങ്ങനെ എവിടെയെങ്കിലും നടന്നു എന്നല്ലോ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പറയാ. സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയണേ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഓരോ ദിവസം ഓരോ വിഷയത്തിനുള്ളതാണ്. ശനിയാഴ്ച അങ്ങനെ ഒരു പറ്റിക്കൽ നടന്നതുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും മോശമാണ് അങ്ങനൊന്നുമില്ല. ഞായറാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞായറാഴ്ച എന്ന് പറഞ്ഞാല് അത് കൃഷിയുടെ ദിവസമാണെന്ന് പറഞ്ഞു പണ്ഡിതന്മാർ. കൃഷി ചെയ്യാൻ പറ്റിയ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഞായറാഴ്ച. ഒരു വീട് പണി തുടങ്ങുന്നത് അതിന് പറ്റിയ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞായറാഴ്ചയാണ്. തങ്ങന്മാരോട് പോയി ചോദിച്ചാൽ തങ്ങന്മാർ പറയും ഞായറാഴ്ചയാണെന്ന് അറിയാം. എന്താ കാരണം എന്ന് പറഞ്ഞാല് അത് ദുനിയാവിനെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ തുടങ്ങിയത് ഞായറാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച അങ്ങനെ ഒരു തുടക്കം കുറിക്കുക. നമ്മളെ ബിൽഡിംഗ് ഉണ്ടാക്കുക, അതിനൊക്കെ ഒരു തുടക്കം അത് ഞായറാഴ്ചയാണ്. ഇതുപോലെ തന്നെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ യാത്രക്ക് പോകാൻ പറ്റിയ ദിവസമാണ് തിങ്കളാഴ്ച. ഒരു യാത്ര പോവാണ്. അവർ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, ഞാൻ ഗൾഫിലേക്ക് പോവാണ്, ഏതാ ദിവസം? തിങ്കളാഴ്ച എന്നല്ല, തിങ്കളാഴ്ച യാത്രക്ക് പോകാൻ പറ്റിയ ദിവസം. അതുപോലെ ഒരു കച്ചവടത്തിന് പോകാൻ പറ്റിയ ദിവസം, കച്ചവടത്തിന് പോവാണ്. അപ്പൊ കച്ചവടത്തിന് പോകണമെങ്കിൽ തിങ്കളാഴ്ച ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ തിങ്കളാഴ്ച നല്ലതാണ്. കാരണം തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന്റെ ദിവസമാണ്.
ഷുഐബ് നബി അലൈഹിസ്സലാം യാത്ര പോകുന്നത് തിങ്കളാഴ്ചയാണ്. കച്ചവടത്തിന് വേണ്ടി യാത്ര പോകുന്നു. അങ്ങനെ കച്ചവടം ചെയ്യുന്നു. ആ കച്ചവടത്തിലൂടെ ഷുഐബ് നബി അലൈഹിസ്സലാം ഫറബിഹ ഫീ തിജാറതിഹി, കച്ചവടത്തിൽ നല്ല ലാഭം കൊയ്തെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച തുടക്കം കുറിച്ച കച്ചവടമാണ്. അങ്ങനെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന്റെ ദിവസമാണ്. ചൊവ്വാഴ്ച ആദം നബി അലൈഹിസ്സലാമിന്റെ മകനായ ഖാബിൽ പിന്നെ ഹാബിലിനെ കൊന്ന ദിവസമാണ്. അങ്ങനെയാണ് ചൊവ്വാഴ്ച എന്ന് കരുതിയിട്ട് ചൊവ്വാഴ്ച പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൊവ്വാഴ്ച മുടി കളയണ ബാർബർമാർക്കൊക്കെ ലീവാണ്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്ന് കരുതിയിട്ട് ചില ആളുകൾ പറയും അവർക്ക് പോലും അന്ന് ലീവാണ്, പിന്നെ ചൊവ്വാഴ്ച ഒന്നും ചെയ്യണ്ടെന്ന് അറിയും. അത് പിന്നെ നമുക്കത് ഇത് ചെയ്യാൻ പറ്റൂല. അത് അവർക്ക് അന്നത്തെ ദിവസം ലീവ് ഉണ്ടാകുന്നതിന് വേറെന്തോ കാരണം ഉണ്ടാകും എന്ന് കരുതിയിട്ട് എല്ലാ ചൊവ്വാഴ്ചയും മോശമാണ്, ചൊവ്വാഴ്ച കല്യാണമൊന്നും നടത്താൻ പാടില്ല, അങ്ങനൊന്നുമില്ല. ചൊവ്വാഴ്ച അങ്ങനെ ഒരു ദിവസം സംഭവിച്ചിട്ടുണ്ട്. കാബിൽ ആബിലിനെ കൊന്ന ദിവസമാണ് ചൊവ്വാഴ്ച എന്ന്. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച നിങ്ങള് പിന്നെ ഹിജാമ നടത്തണ്ട എന്ന് പറയലൊക്കെ. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച നിങ്ങൾ ഹിജാമ നടത്തണ്ട. ഹിജാമ എന്നൊരു ചികിത്സ ഉണ്ടല്ലോ, അത് ചൊവ്വാഴ്ച നടത്തണ്ട എന്ന് പറഞ്ഞു. ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഓരോ ദിവസത്തെ കുറിച്ചും, അത് ഓരോ ദിവസം ഓരോ വിഷയത്തിനുള്ളതാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ബുധനാഴ്ച ദിവസം അന്ന് ഒരിക്കലും നഖം കളയാൻ പാടില്ല. ബുധനാഴ്ച ദിവസം നഖം കളയാൻ പാടില്ല. ബുധനാഴ്ച നഖം വെട്ടിയാൽ, ബുധനാഴ്ച നഖം കളഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗം ഉണ്ടാകും എന്നും ഉണ്ടല്ലോ. അതുകൊണ്ട് ബുധനാഴ്ച നഖം വെട്ടിക്കൂടാ. അതുകൊണ്ട് ബുധനാഴ്ചയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യരുതെന്നുണ്ട്. അങ്ങനെ ചില വിവരമുള്ളവർ തന്നെ അതങ്ങനെ ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ട് അതാ ബുധനാഴ്ച നഖം വെട്ടിയിട്ടുമുണ്ട്. വെട്ടിയപ്പോഴേക്ക് അവർക്ക് അല്ലാഹു തആല വെള്ളപ്പാണ്ട് കൊടുത്തവരെ പരീക്ഷിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച നഖം വെട്ടരുത്. എന്നാൽ ബുധനാഴ്ച ഉസ്താദ്മാർക്കറിയാം, പുതിയ കിതാബ് തുടങ്ങുന്നതിന് നല്ല ദിവസമാണ്. കാരണം ബുധനാഴ്ച തുടങ്ങിയാൽ തുടങ്ങിയത് പൂർത്തിയാകുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ കിതാബുകളിലൊക്കെ കാണാം സാഹിബുൽ ഹിദായ, ഹിദായയുടെ രചയിതാവ് ഉൾപ്പെടെയുള്ള പലരും അവരൊരു പുതിയ ക്ലാസ് തുടങ്ങാൻ ബുധനാഴ്ചയെ കാത്തിരുന്നു എന്ന് കാണാം. അപ്പൊ ബുധനാഴ്ച അതിന് പറ്റും, പക്ഷെ നഖം വെട്ടാൻ പറ്റൂല. ഒന്നിന് പറ്റും, വേറൊന്നിന് പറ്റൂല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ വ്യാഴാഴ്ചയോ, വ്യാഴാഴ്ച ഏറ്റവും നല്ല ദിവസമാണ്. ആ വ്യാഴാഴ്ച അത് യാത്രക്ക് പോകാൻ പറ്റിയ ദിവസമാണ് കേട്ടോ. അതിന് പുറമെ ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴാഴ്ച നമ്മുടെ ഒരു ആവശ്യം നിറവേറി കിട്ടാനുള്ള ദിവസമാണ് വ്യാഴോ. ഒരാളുടെ അരികിലേക്ക് ഞങ്ങൾ ഒരു കാര്യം അയാളിൽ നിന്ന് നടന്നു കിട്ടണം, എന്നാൽ അതിന് ഏറ്റവും നല്ല ദിവസം അത് വ്യാഴാഴ്ച അതിന് പറ്റിയ ദിവസമാണെന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. കാരണം എന്തേ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിസ്രിലെ രാജാവിന്റെ അരികിൽ ചെല്ലുന്നത് വ്യാഴാഴ്ചയാണ്. ആ ദിവസം ചെന്നപ്പോൾ ആ രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ആവശ്യം നിറവേറ്റി കൊടുത്തു. ഇതുപോലെ ഭരണാധികാരികളുടെ അരികിൽ പോകേണ്ടുന്ന ദിവസം അത് വ്യാഴാഴ്ച ദിവസമാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ആഴ്ചകളിൽ ഏറ്റവും ഉത്തമമായ ദിവസം ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്.
വെള്ളിയാഴ്ച ദിവസം നിക്കാഹിന് പറ്റിയ ദിവസമാണ്. അതിന് ആരെ നിക്കാഹാണ് വെള്ളിയാഴ്ച നടത്തുക? പലരും അന്ന് ജുമുഅല്ലേ എന്ന് കരുതിയിട്ട് വേണ്ടാന്ന് വെക്കാണ്. എന്നാൽ നിക്കാഹ് നടത്തൽ സുന്നത്തായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. കല്യാണമെന്നല്ല ഞാൻ പറയുന്നത്, വലീമയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിക്കാഹിന്റെ ചടങ്ങ് അത് ഏറ്റവും സുന്നത്തുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പോലും പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് കല്യാണം കഴിക്കാത്തവരുണ്ടോ? രണ്ടാമതായി കല്യാണം കഴിക്കണം എന്നല്ലട്ടോ ഞാൻ പറയുന്നത്. എന്റെ കല്യാണം ഏതോ ഒരു ദിവസം നടന്നത്, അതുകൊണ്ട് വെള്ളിയാഴ്ച ആണെന്ന് ഓർമ്മയില്ല. ഇപ്പൊ ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ ഒരു കെട്ടുകെട്ടാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞ തരികിട. അത് ഇവിടെ എന്തൊക്കെ സുന്നത്തുകളുണ്ട്, എത്ര സുന്നത്തുകളുണ്ട്. പക്ഷെ ഇവന് ആകെ കാണുന്ന ഒരു സുന്നത്ത് വെള്ളിയാഴ്ച നിക്കാൻ നടത്തുന്ന സുന്നത്താണ്. അതിന് തരികിടാന്നാ പറയാ. അവിടെ രണ്ടാമത്തെ കെട്ട് കെട്ടുന്നവരെ കുറിച്ചല്ല ഞാനീ പറയണേ. പിന്നെ കല്യാണം കഴിക്കാത്തവരുണ്ടോ? എന്നാ യുവാക്കളെ, നിങ്ങൾ തീരുമാനിക്കണം, എന്റെ നിക്കാഹ് വെള്ളിയാഴ്ച ആകണം. വെള്ളിയാഴ്ച അത് നിക്കാഹിന്റെ ദിവസമാണ്. നിക്കാഹിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ടല്ലേ ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിയെ കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്തിനേറെ പറയണം, നമ്മുടെ നബിയും റസൂലുമായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്യുന്നത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് കഴിക്കുന്നത് അതെല്ലാം വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നിക്കാഹിന് മാത്രം പറ്റിയ ദിവസമല്ലട്ടോ വെള്ളിയാഴ്ച ദിവസം. നേരത്തെ പറഞ്ഞല്ലോ, നഖം വെട്ടാൻ പാടില്ലാത്ത ദിവസമാണ് ബുധനാഴ്ച. എന്നാൽ നഖം വെട്ടുന്നത് വലിയ പുണ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നഖം വെട്ടേണ്ടുന്ന, നഖം കളയേണ്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച നഖം വെട്ടിയാൽ ലഭിക്കുന്ന ഒരു നേട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആനവരുകൾ പറയാണ്, ആരെങ്കിലും ഒരാൾ, അത് ഈ പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ സുന്നത്ത്. ഞാൻ ഉമ്മ പെങ്ങന്മാരോടൊക്കെ പറയാണ്, അതിന് ഉമ്മമാരൊക്കെ മനസ്സിലാക്കണം, അത് ജുമാക്ക് പോണ ദിവസമായതുകൊണ്ട് ഇങ്ങനെ, അത് ജുമാക്ക്, അത് ശരി തന്നെയാണ്, ജുമാക്ക് പോണ ദിവസമായതുകൊണ്ട് ശരിയാണ്. എന്നാലും നഖം വെട്ടാന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച നല്ല കാര്യമാണ്. വെള്ളിയാഴ്ച നഖം വെട്ടുക. അപ്പൊ സ്ത്രീകളും വെള്ളിയാഴ്ച എന്താക്കുക, നഖം വെട്ടുക. അങ്ങനെയാണ്. കാരണം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം നഖം വെട്ടിയാൽ അതുകൊണ്ടൊരു നേട്ടമുണ്ട്. എന്താ നേട്ടം എന്ന് പറഞ്ഞാല്, അല്ലാഹു തആല ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല രോഗമുണ്ടോ, അല്ലാഹു ആ രോഗത്തെ ആ ശരീരത്തിൽ നിന്ന് അല്ലാഹു പുറത്തേക്ക് തള്ളും. അല്ലാഹു രോഗം മാറ്റിക്കൊടുക്കും, പരിശുദ്ധ ശിഫ നൽകും. മാത്രമല്ല, ആ രോഗം അല്ലാഹു മാറ്റിയിട്ട് ആ ശരീരത്തിന് അല്ലാഹു ശിഫ നൽകും. എപ്പോ? വെള്ളിയാഴ്ച നഖം വെട്ടിയാൽ. അങ്ങനെയാണ്. അപ്പൊ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നിക്കാഹിന് മാത്രമുള്ള ദിവസമൊന്നുമല്ല, നഖം കൂടി വെട്ടാനുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. എന്നിട്ടോ ഇമാം അസ്മഈ റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്, ഞാൻ ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച ദിവസം റഷീദ് രാജാവിന്റെ അരികിൽ ചെന്നു. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ആ രാജാവിന്റെ അരികിൽ ചെല്ലുന്നത്. പോയി നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ട ഉടൻ റഷീദ് രാജാവ് എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച നഖം വെട്ടാന്ന് പറഞ്ഞ മിന സുന്നത്തി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽ പെട്ടതാണല്ലോ. എന്നിട്ട് ആ രാജാവ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരാണ്. ഇമാം ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു പറയാണ്, വ അന്നഹു യൻഫിൽ ഫഖറ, വെള്ളിയാഴ്ച നഖം വെട്ടിയാൽ അത് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കി കളയൂ. അങ്ങനെ ഒരു നേട്ടവും കൂടി അതിനുണ്ട് എന്ന കാര്യം എനിക്കറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്.
ഇത് കേട്ട ഉടനെ ഞാൻ റഷീദ് രാജാവിനോട് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, ഓ ഭരണാധികാരിയായ രാജാവേ, വ അൻത തഖ്ശൽ ഫഖ്റ, നിങ്ങൾ ദാരിദ്ര്യത്തെ പേടിക്കുകയാണോ? നിങ്ങൾ വലിയ രാജാവല്ലേ, രാജാവായ നിങ്ങൾ ദാരിദ്ര്യത്തെ പേടിക്കുകയാണോ? ഉടനെ ആ റഷീദ് രാജാവ് എന്നോട് പറഞ്ഞു, വഹൽ അഹദുൻ അഖ്സാലിൽ ഫഖ്രി മിന്നി, ഞാനല്ലേ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തെ പേടിക്കേണ്ടത്. കാരണം കയ്യിൽ പണമുള്ള ഒരാള് പെട്ടെന്ന് പണമില്ലാതെയാകുമ്പോൾ അതല്ലേ വലിയ സങ്കടം. ഇല്ലാത്തയാളെ കയ്യിൽ ഇല്ലാതെയാകുന്നത് വലിയ വിഷയാകൂല. അതേ സമയത്ത് നന്നായിട്ട് പണമുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടെന്ന് പണമില്ലാതെയായി അദ്ദേഹത്തെ ദാരിദ്ര്യം പിടികൂടുന്നത് അതല്ലേ വലിയ പ്രയാസം. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നതാണ്, വെള്ളിയാഴ്ച ദിവസം നഖം വെട്ടുന്നത് യംഫിൽ ഫഖ്റ, അത് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കി കളയുന്നതാണ്. അത് മാത്രമല്ല, അപ്പൊ വെള്ളിയാഴ്ച ദിവസം നിക്കാഹിന്റെ ദിവസമാണ്, നഖം വെട്ടേണ്ടുന്ന ദിവസമാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട്, എല്ലാം കൂടി ഇപ്പൊ പറയാൻ നേരമില്ല. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ എന്റെ ഇന്നത്തെ വയലിൽ പറയുന്നു, അത് എന്റെ ഉമ്മമാര് കേൾക്കണോ, സഹോദരിമാര് കേൾക്കണോ, പ്രായമുള്ള കാരണവന്മാരെ നിങ്ങൾ കേൾക്കണോ, യുവാക്കളും കേൾക്കണോ, പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങളും കേൾക്കണോ. വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്ത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലിയാ പോരാ, സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലണം. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലാനുള്ള ദിവസമല്ല, എന്നും ചൊല്ലുന്ന സ്വലാത്ത് ഒന്നും കൂടി അധികരിപ്പിക്കാനുള്ള ദിവസമാണ്. ഇക്സാറു സ്വലാത്താണ് വേണ്ടത്. കേവലം തസ്ബീഹത്തല്ല, സ്വലാത്ത് ചൊല്ലലല്ല. സ്വലാത്ത് എന്നും ചൊല്ലേണ്ടതാണ്. പക്ഷെ എന്നും ചൊല്ലുന്ന സ്വലാത്ത് ഒരൽപ്പം കൂടി കൂടുതലായി അധികരിപ്പിക്കേണ്ടുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അക്സിറു അസ്വലാത അലയ്യ, വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ആ രണ്ട് സമയം നിങ്ങൾ എന്റെ മേലെ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കൂ. സ്വലാത്ത് ചൊല്ലൂന്നല്ല പറഞ്ഞ്, സ്വലാത്ത് ചൊല്ലണമെന്നല്ല, എന്നും ചൊല്ലുന്ന സ്വലാത്തിനെ ഒരല്പം കൂടി അധികരിപ്പിക്കണം. അതുകൊണ്ട് വെള്ളിയാഴ്ച പകലോ വെള്ളിയാഴ്ച രാവോ ധാരാളം സ്വലാത്ത് എന്റെ മേൽ നിങ്ങൾ അധികരിപ്പിക്കണം. എന്താ കാരണം? അതപ്പോ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞത്. വേറെ ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നത് പോലല്ലേ വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവും സ്വലാത്തും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിന് 3 കാരണങ്ങളാ പറഞ്ഞത്. 3 കാരണം, ഒന്നേ ഞങ്ങൾക്ക് അറിയുള്ളൂ. 3 കാരണങ്ങളാ പറഞ്ഞത്. അതിൽ ഒന്ന് തുഅറദു അലയ്യ, ആ സ്വലാത്ത് എനിക്ക് അല്ലാഹു തആല കാണിച്ചു തരും, ഡയറക്റ്റായി കാണിച്ചു തരും. മറ്റു സ്വലാത്തുകൾ എനിക്ക് അതാ അവിടുന്ന് എത്തിക്കപ്പെടും. പക്ഷെ വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ സ്വലാത്ത് അധികരിപ്പിക്കുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും അത് എന്റെ മുന്നിൽ അല്ലാഹു തആല ഡയറക്റ്റായി കാണിച്ചു തരും. ഇത് ഒന്നാമത്തെ നേട്ടമാണ്. ഇനി രണ്ടാമത്തെ നേട്ടം, ഫഅദുഉ ലക്കും, അത് ഞാൻ ഇങ്ങനെ കാണുമ്പോൾ എന്റെ മേൽ ആ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും സ്വലാത്ത് അധികരിപ്പിച്ചവർ ആരാണോ ആ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും അതൊരു ചെറിയ വിഷയമല്ലല്ലോ ഉമ്മമാരെ.
അതൊരു ചെറിയ സംഗതിയല്ലല്ലോ സഹോദരിമാരെ. ആരാണ് ദുആ ചെയ്യുന്നത്? എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുമെന്ന് പറയുന്നതാരാ? അപ്പൊ ഞങ്ങൾ പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ അല്ലല്ലോ. ഇൻഷാ അല്ലാഹ് ദുആ ഞങ്ങൾ ദുആ കാണുമ്പോ പറയാണ്, നിങ്ങളെ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഞാൻ പറയാം, നിങ്ങളോട് പറയാം, പിന്നെ ഒന്ന് ദുആ ചെയ്യണേ കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളെന്ത് ദ്വാരക്കാനാ മൊയിലാരെ, നിങ്ങളല്ലേ വേദന. ഇപ്പൊ വേദന സദസ്സിൽ കുറെ ആളുകൾ ഉണ്ടാവും, നിങ്ങൾ ദ്വാരക്ക, ഞാനും ഇൻഷാ അല്ലാഹ്, ഞാൻ അതിനേക്കാൾ ഉഷാറില്ല ഇൻഷാ അല്ലാഹ് അറിയും. എന്നിട്ട് ദ്വാരക്കുണ്ടോ? അല്ലപ്പോ എനിക്ക് വേണ്ടി ഞങ്ങളോട് ദ്വാരക്കാൻ പറയുന്നത് ദ്വാരക്ക് വേണം. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു പോയി എന്നല്ലാതെ, ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ 6 മാസത്തിന്റെ ടൈം ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇതിന് 6 മാസമല്ല, 6 കൊല്ലം കഴിഞ്ഞാലും ദ്വാ ഉണ്ടാവൂല. ആകെ പറയലെന്താ ഇൻഷാ അല്ലാഹ് ദ്വാരക്കണേന്ന് ഇൻഷാ അല്ലാഹ്. എന്ത് ഇൻഷാ അല്ലാഹ്? അവിടെ ആരെങ്കിലും ദ്വാ ചെയ്യണേന്ന് പറഞ്ഞാലേ ശരിക്കും കേൾക്കണേ. എന്തെങ്കിലും കേട്ട് പോയിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഉമ്മമാരുണ്ടല്ലോ, ഉമ്മമാരോട് ഞാൻ പറയാം, ചിലപ്പോ അവരിങ്ങനെ പരസ്പരം അങ്ങനെ ദ്വാരക്കാൻ പറയും. അങ്ങനെ ഓരോ അങ്ങനെ വലിയ അങ്ങനെയാണ്. നാളെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ നവറല്ലാഹു മർഖദ്, അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ. റബീഉൽ ആഖിർ മാസം എന്ന് പറഞ്ഞാല് അത് അവരൊക്കെ മാസാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളെ മാസാണ്. താജുൽ ഉലമാ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ, അതുപോലെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് നവറല്ലാഹു മർഖദ, മഹാനവറുകളുടെ ആണ്ടിന്റെ ദിവസമാണ് ഇന്ന്. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, എന്നെ മർക്കസിൽ ഓതി പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച 2 പ്രഗത്ഭരായ ഉസ്താദുമാർ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ചെറിയേപ്പി ഉസ്താദ്. അല്ലാഹു തആല അവർക്കെല്ലാം അവർക്ക് വലിയ ദർജ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് അവരുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങൾ എല്ലാ നേതാക്കൾക്കും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുപ്പാപ്പൻ കൂടി പങ്കെടുക്കേണ്ടുന്ന പരിപാടിയാണ്. വേറെ ഒരു സ്ഥലത്ത് പോയതുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല എന്ന് എന്നോട് ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു. അല്ലാഹു തആല തങ്ങളുപ്പാപ്പാക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.